Hi all, my name is Ainsley and you're watching Way to Study Table. Today, we're going to see all the important question answers of India towards the new era. ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാനലായ കേരള സിലബസ് ടോക്സ് ഈ ഒരു ചാനലിൽ ആൻഡ് ഡെയിലി വിക്ടേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വർക്ക്ഷീറ്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ആയിട്ടുള്ള മലയാളം ഒഴിച്ച എല്ലാ വിഷയങ്ങളുടെയും വർക്ക്ഷീറ്റുകൾ സോഷ്യൽ, ബേസിക്, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who abolished the sati practice in India? ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ? രാജാറാം മോഹൻ റോയ്. Which British Governor General helped രാജാറാം മോഹൻ റോയ് abolish സതി? അതായത് സതി നിർത്തലാക്കാൻ രാജാറാം മോഹൻ റോയിയെ സഹായിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് വില്യം ബെന്റിങ്. ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? യെസ്, ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. Who is known as a father of Indian Renaissance? യെസ്, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയ്. Who is the founder of ആര്യ സമാജ്? ഓക്കെ, അതായത് എന്താ ചോദിച്ചിരിക്കുന്ന? ആര്യ സമാജിന്റെ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജിന്റെ? യെസ്, സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോട്ട്സ് ഇംഗ്ലീഷിലാണെങ്കിൽ തന്നെയും ഓരോ ചോദ്യവും അതിന്റെ ഉത്തരവും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, who is the founder of സത്യശോധക് സമാജ്? അതായത് സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ആരാണ്? ജ്യോതിറാവ് ഫുലെ. Who is the founder of ആര്യ മഹിളാ സഭ? ആര്യ മഹിളാ സഭയുടെ സ്ഥാപകൻ ആരാണ്? യെസ്, പണ്ഡിത രമാഭായ് അല്ലേ. Who established Mohammedan Anglo Oriental College? ആര് സ്ഥാപിച്ചതായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്? യെസ്, സർ സയ്യദ് അഹമ്മദ് ഖാൻ. What is the other famous name of Anglo Oriental College? ആംഗ്ലോ ഓറിയന്റൽ കോളേജിന്റെ മറ്റൊരു പേരുണ്ടല്ലോ, എന്തായിരുന്നു ആ വലിയ അതിന് അറിയപ്പെട്ട പ്രസിദ്ധമായ മറ്റൊരു പേരെന്താണ്? യെസ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. Who gave emphasis to the universal brotherhood? വിശ്വസാഹോദര്യത്തിന് ആരാണ് ഊന്നൽ നൽകിയത്? സ്വാമി വിവേകാനന്ദ. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. Who was the disciple of Sri Ramakrishna Paramahamsa? ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യൻ, ഡിസൈപ്പിൾ ആരായിരുന്നു? ശിഷ്യൻ? യെസ്, സ്വാമി വിവേകാനന്ദ ആയിരുന്നു അല്ലേ. സ്വാമി വിവേകാനന്ദ is the founder of Dash to propagate the teachings of his master. സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി സ്ഥാപിച്ച സംഘടനയാണ് ഇത്? രാമകൃഷ്ണ മിഷൻ. ഓക്കെ, which writers instrumental help in the development of nationalism? അതായത് ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച സാഹിത്യകാരന്മാർ ആരെല്ലാമായിരുന്നു? ഇതൊക്കെ നമ്മൾ വിക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ, വർക്ക്ഷീറ്റുകളിൽ. ആരൊക്കെയായിരുന്നു അവര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ ആൻഡ് അൽതഫ് ഹുസൈൻ. ഓക്കെ, we decide that the administration of India should be further modernized and we be made a part of it. Who said it? അതായത് ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇതാരായിരുന്നു പറഞ്ഞത്? യെസ്, WC ബാനർജി ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, ആരാണ്? WC ബാനർജി. The period from Dash was of moderate nationalism. അതായത് യെസ്, മോഡറേറ്റ് നാഷണലിസം, മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നു മുതൽ എന്ന് വരെയായിരുന്നു. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നു മുതൽ എന്ന് വരെയായിരുന്നു? 1885 തൊട്ട് 1995 വരെ. The Bengal was divided in Dash. എന്നായിരുന്നു ബംഗാൾ വിഭജിക്കപ്പെട്ടത്? ബംഗാൾ വിഭജിക്കപ്പെട്ടത് 1905 Who divided Bengal in 1903? ആരായിരുന്നു 1903 ബംഗാളിനെ വിഭജിച്ചത്? ആരാ? യെസ്, വൈസ്രോയ് ആയ കഴ്സൺ പ്രഭു. ആരായിരുന്നു? വൈസ്രോയ് ലോർഡ് കഴ്സൺ.
What was the main slogan of the agitations against the partition of Bengal? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ? യെസ്, എന്താ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? ബംഗാൾ വിഭജനത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? മെയിൻ സ്ലോഗൻ? യെസ്, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് യൂസ് സ്വദേശി പ്രൊഡക്ട്സ്. അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. Who was revered as Lokmanya? Lokmanya എന്നറിയപ്പെടുന്നത് ആരാണ്? ബാൽ ഗംഗാധർ തിലക്. What are the two newspapers he started? ബാൽ ഗംഗാധർ തിലകൻ ആരംഭിച്ച 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? കേസരിയും മറാത്തയും. What is the famous slogan by ബാൽ ഗംഗാധർ തിലക്? ബാൽ ഗംഗാധർ തിലകന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം എന്തായിരുന്നു? സ്വരാജ് is my birthright and I must have it. ഏതായിരുന്നു? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. All Indian Muslim League was formed by whom? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരായിരുന്നു? യെസ്, ആഗാ ഖാൻ ആൻഡ് നവാബ് സലീമുല്ല ഖാൻ. ധാക്കയില് 1906 ഇവര് സ്ഥാപിച്ചത് സർവേന്ത്യ മുസ്ലിം ലീഗ്. Who started the home rule movement? യെസ്, ആരാണ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്? ആനി ബേസനും യെസ് ബാൽ ഗംഗാധർ തിലകുമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. What do social evils and practices prevail in India? ഇന്ത്യയിൽ എന്തെല്ലാം സാമൂഹിക അനാചാരങ്ങളായിരുന്നു നിലനിൽക്കുന്നത്? സതി, ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ മാരേജ്, ഫീമെയിൽ ഇൻഫന്റിസൈഡ് ആൻഡ് സ്ലേവറി. സതി ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം, വിധവ വിവാഹ നിഷേധം, പെൺ ശിശുഹത്യ, അടിമത്തം. എന്താണ് സതി? It is an old Hindu practice where a widow woman burned alive in the fire of a husband, now abolished by law. ഒരു പഴയ ഹിന്ദു ആചാരമാണെന്ത്? സതി. വിധവയായ സ്ത്രീയെ ഭർത്താവിന്റെ ചിതയിൽ ജീവനോട് ചുട്ടരിക്കുന്നതാണ് സതി. ഇപ്പോൾ നിയമപ്രകാരം നിർത്തലാക്കി. Evaluate the role of the reformers and the social movements in fighting against the social evils. അഥവാ how did the social reformers play a major role in awakening the Indians? സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്നതിൽ വ്യക്തികളുടെയും സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും പങ്ക് വിലയിരുത്തുക. അഥവാ ഇന്ത്യൻ ദേശീയത ഉണർത്തുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ഈ 2 ചോദ്യത്തിന് നമുക്ക് ഈ ഒരു ആൻസർ കൊടുക്കാം. എന്താ കൊടുക്കാൻ പറ്റുന്നത്? All the reformers gave emphasis to the importance of education and established educational institution. എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയവര് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. This accelerated the progress of education in India. ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിയെ ത്വരിതപ്പെടുത്തി. They reminded Indians of the rich cultural heritage and thereby developed self-respect and national pride. അവർ ഇന്ത്യക്കാരെ അവരുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഓർമ്മിപ്പിക്കുകയും അതുവഴി അഭിമാനബോധവും ആത്മവിശ്വാസവും വികസിപ്പിക്കുകയും ചെയ്തു. What were the common features of the social reform movements? അതായത് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? പൊതുവായിട്ട് കോമൺ ഫീച്ചർ എന്തൊക്കെയാ? ഒന്നാമത് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സിവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. അതായത് ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ പ്രതിഷേധങ്ങൾ. പിന്നെയോ ഫ്രീഡം ഓഫ് വുമൻ. യെസ്, എന്തായിരുന്നു? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം. അതുപോലെ ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെന്താ? യെസ്, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം. ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ were the common features of these movements. ഇന്ത്യൻ സംസ്കാരത്തിൽ അഭിമാനബോധം എന്നിവയാണ് ഈ പ്രസ്ഥാനങ്ങളുടെ പൊതു സവിശേഷതകൾ. Name the leaders of the Indian Renaissance. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നേതാക്കളുടെ പേര് ഒന്ന് പറയാമോ? യെസ്, രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായ്, സർ സയ്യദ് അഹമ്മദ് ഖാനും സ്വാമി വിവേകാനന്ദനും. രാജാ റാം മോഹൻ റോയെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയുവാണെങ്കിൽ, ഒരു കുറിപ്പ് എഴുതാൻ പറയും, നമുക്ക് എന്തെഴുതാം? He strongly condemned the evil practices like sati and child marriage that prevailed in India. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സതി, ശൈശവ വിവാഹം തുടങ്ങിയ ദുരാചാരങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തു.
He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same. Yes, തന്റെ പ്രത്യയ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും എല്ലാ മതങ്ങളുടെയും ആദർശങ്ങൾ അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണെന്ന സന്ദേശം നൽകുകയും ചെയ്തു. He founded Brahma Samaj to propagate his ideology and gave the message. വീണ്ടും ഒരേ പോയിന്റ് ആണ് കേട്ടോ റിപ്പീറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. Next point, he strongly believed the caste system to the major source of disparity in Indian society. Yes, ഇന്ത്യൻ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയാണ് അസമത്വത്തിന്റെ പ്രധാന ഉറവിടമെന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിച്ചു. He is known as the father of Indian Renaissance. അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ആരാ? രാജാ റാം മോഹൻ റോയ്. What is the purpose behind the establishment of Satyashodak Samaj? Yes, Satyashodak Samaj സ്ഥാപിച്ചതിന് പിന്നിലെ ഉദ്ദേശം, പർപ്പസ് എന്തായിരുന്നു? Yes, Jyotirao Phule condemned the caste system and promoted widow marriage. Jyotirao Phule ജാതി വ്യവസ്ഥയെ എതിർക്കുകയും വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. He argued that free and compulsory education should be provided to children up to 12 years. Yes, എന്താ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്? വിധവ പുനർവിവാഹത്തെയും പിന്നെന്താണ് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. And gave primary concern to the education of the workers section and women. For these purposes, he founded the Satyashodak Samaj. എന്താ ഇവിടെ പറയുന്നത്? അദ്ദേഹം തൊഴിലാളി വിഭാഗത്തിന്റെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് ശ്രദ്ധ നൽകുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് അദ്ദേഹം എന്ത് തുടങ്ങിയത്? സത്യശോധക് സമാജ് തുടങ്ങിയിരുന്നത്. What is the reason behind the establishment of Arya Samaj? ആര്യ സമാജം സ്ഥാപിക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി was a leader of the Indian Renaissance who attacked the caste system and condemned idol worship. അതായത് ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്ത ഇന്ത്യൻ നവോത്ഥാന നേതാവായിരുന്നു ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. To disseminate his ideology, he founded Arya Samaj. അതായത് അദ്ദേഹത്തിന്റെ പ്രത്യയ ശാസ്ത്രം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ആര്യ സമാജം സ്ഥാപിച്ചു. He gave the call, go back to Vedas. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം നൽകി. Why did Pandita Ramabai establish Arya Mahila Sabha? പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് എന്തുകൊണ്ടായിരുന്നു? Yes, Arya Mahila Sabha is an organization for the uplift of women. ആര്യ മഹിളാ സഭ സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ള ഒരു സംഘടനയാണ്. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. അതായത് സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക അസമത്വങ്ങൾക്കെതിരെ പോരാടിയ അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിധവകളുടെ ശാക്തീകരണത്തിനും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. So she established Arya Mahila Sabha. So ഇതിനു വേണ്ടിയാണ് അവർ ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. What is Indian nationalism? എന്താണ് ഇന്ത്യൻ ദേശീയത? Indian nationalism is a sense of oneness beyond religious, linguistic and regional diversities. അതായത് മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ബോധമാണ് ഇന്ത്യൻ ദേശീയത. What were the factors responsible for the development of nationalism among Indians? ഇന്ത്യക്കാർക്കിടയിൽ ദേശീയതയുടെ വികാസത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി, the British conquered princely states and unified India politically. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ കീഴടക്കുകയും ഇന്ത്യ രാഷ്ട്രീയമായി ഏകീകരിക്കുകയും ചെയ്തു. പിന്നെയോ, the economic exploitation of the British government created an anti-British attitude among Indians. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാർക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ചു. The spread of English education and the development in transport and communication brought the people together. എന്താ ഇവിടെ പറയുന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും ജനങ്ങളെ ഒന്നിപ്പിച്ചു. The strategies adopted by the British to suppress the first war of independence created a national consciousness and made people think that they belonged to the same country. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം
ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്ന ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. The writers were instrumental in the development of nationalism. ദേശീയതയുടെ വികാസത്തിൽ എഴുത്തുകാർ പ്രധാന പങ്ക് വഹിച്ചു. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എഴുത്തുകാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെൽസ്ബറോവ and Altaf Sen. What were the circumstances that led to the formation of a national organization? ഒരു ദേശീയ സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? A number of regional organizations came into existence at various parts of India as a result of this growing awakening. അതായത് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായ ഉണർവിന്റെ ഫലമായി നിരവധി പ്രാദേശിക സംഘടനകൾ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ വന്നു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ and Indian Association were a few among them. യെസ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിലവിൽ വന്ന ഈ സംഘടനകൾ എന്തൊക്കെയായിരുന്നു? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, അതുപോലെ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവ അവയിൽ ചിലതാണ്. All these organizations give priority to the regional problems. അതായത് ഈ സംഘടനകളെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. This necessitated forming of a national organization. ഇത് ഒരു ദേശീയ സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. Which are the earlier organizations formed in the different parts of India? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ രൂപീകരിച്ച സംഘടനകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഓരോ ചോദ്യങ്ങൾ പല രീതിയിൽ വന്നേക്കാം കേട്ടോ. സോ നിങ്ങൾക്ക് മനസ്സിലാവണം എന്തുത്തരമാണ് ഓരോ ചോദ്യത്തിനും എഴുതേണ്ടത്. ഒരു ഉത്തരം തന്നെ ചിലപ്പോൾ നമുക്ക് 2-3 ചോദ്യത്തിന് എഴുതാൻ കഴിയും. പല രീതിയിലായിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ രൂപീകരിച്ച സംഘടനകൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? യെസ്, മദ്രാസ് നേറ്റീവ് അസോസിയേഷനും പൂന സാർവജനിക് സഭയും ഇന്ത്യൻ അസോസിയേഷനും. എന്താണ് നാഷണൽ മൂവ്മെന്റ്? ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? With the formation of the Indian National Congress, the agitations against the British attained an organized nature. Such organized agitations against the British can be called the national movement. Indian National Congress രൂപീകരിച്ചതോടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവരിച്ചു. ബ്രിട്ടീഷ് ശക്തിക്കെതിരെയുള്ള ഇത്തരം സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. When did the Indian National Congress form? Indian National Congress രൂപീകരിച്ചത് എപ്പോഴായിരുന്നു? യെസ്, എപ്പോഴായിരുന്നു? ഇന്ത്യയിൽ 72 representatives of various organizations across India assembled in Bombay on December 1885 and formed the Indian National Congress with the formation of the Indian National Congress. അതായത് ഇന്ത്യയിലുടനീളമുള്ള വിവിധ സംഘടനകളുടെ 72 പ്രതിനിധികൾ 1885 ഡിസംബറിൽ ബോംബെയിൽ ഒത്തുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. പിന്നെയോ, with the formation of Indian National Congress, the agitations against the British attained an organized nature. Yes, Indian National Congressന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭങ്ങൾക്ക് സംഘടിത സ്വഭാവം കൈവരിച്ചു. What were the major aims of the Indian National Congress? Indian National Congressന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? യെസ്, എന്തൊക്കെയായിരുന്നു? നമുക്ക് വിക്ടേഴ്സിലുള്ള വർക്ക്ഷീറ്റിലുള്ള ചോദ്യമാണ് അല്ലേ? യെസ്, അത് to promote fellow feeling among the volunteers from different parts of the country. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക. അതുപോലെ to develop a national spirit beyond the religious, caste and regional loyalties. ജാതി, മത, പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തിയെടുക്കുക. To bring the problems of Indians to the notice of authorities. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. Based on the style and strategies of the agitations, the national movement was divided into which 3 phases? സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ ഏത് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചത്? അത് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് മിതവാദ ദേശീയതയുടെ കാലഘട്ടം അല്ലെ, മോഡറേറ്റ് നാഷണലിസം. രണ്ടാമതായിട്ട് തീവ്ര ദേശീയതയുടെ കാലഘട്ടം, എക്സ്ട്രീം നാഷണലിസം. മൂന്നാമതായിട്ട് ഗാന്ധിയൻ കാലഘട്ടം, ഗാന്ധിയൻ എറ. Give some names of the leaders of the moderate nationalism period. മിതവാദ ദേശീയതയുടെ കാലഘട്ടത്തിലെ ചില നേതാക്കളുടെ പേരുകൾ എഴുതുക. ആരൊക്കെയുണ്ട്? ദാദാഭായ് നെഹ്റുജി, ഗോപാൽ കൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തൈബാജി and ഫിറോസ് ഷാ മെഹ്ത. What was known as extreme nationalism?
ദേശീയത എന്നറിയപ്പെട്ടത് എന്താണ്? The period of agitations followed by the partition of Bengal brought a new turn in the national movement. It was known as the period of extreme nationalism. അതായത് ഈ ബംഗാൾ വിഭജനത്തെ തുടർന്നുള്ള പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടം ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് കൊണ്ടുവന്നു. ഇത് തീവ്രദേശീയതയുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ് അതിലെ ലീഡേഴ്സ്? തീവ്രദേശീയതയുടെ നേതാക്കൾ ആരൊക്കെയാ? എസ് ബാൽ ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ and Lala Lajpat Rai. Compare the strategies adopted by the moderates and the extremists. അതായത് മിതവാദികളും തീവ്രവാദികളും ഇവർ സ്വീകരിച്ച തന്ത്രങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യാൻ, കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The moderates brought the common problems and demands of the Indians to the notice of the British government by means of petitions, resolutions and protest. മിതവാദികൾ ഇന്ത്യക്കാരുടെ പൊതുവായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നിവേദനങ്ങളും പ്രമേയങ്ങളും പ്രതിഷേധങ്ങളും വഴിയാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. The moderates adopted peaceful strategies. എന്നാൽ മിതവാദികള് സമാധാനപരമായ തന്ത്രങ്ങളാണ് അവർ സ്വീകരിച്ചത്. ഓക്കെ, അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ തന്ത്രങ്ങൾ പീസ്ഫുൾ ആയിരുന്നു, സമാധാനപരമായിരുന്നു. However, the British officials did not properly consider them. എന്നാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അവരെ ശരിയായി പരിഗണിച്ചില്ല, അവരെ കൺസിഡർ ചെയ്തില്ല. The extremists intensified their protest. തീവ്രവാദികൾ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി. The agitations that followed the partition of Bengal are clear examples of their strategy. അതായത് ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ അവരുടെ തന്ത്രത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. They did not wish to petition for their rights. അവരുടെ അവകാശങ്ങൾക്കായി അപേക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചില്ല. The slogan made by Lokmanya Tilak, Swaraj is my birthright and I shall have it, is an example of an extremist viewpoint. അതായത് ലോക്മാന്യ തിലകിന്റെ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം, ഞാനത് നേടുക തന്നെ ചെയ്യും. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം തീവ്രദേശീയതയുടെ അവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലേ. റൈറ്റ് നോട്ട് ഓൺ ഡ്രെയിൻ തിയറി. ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. Drain theory is a major contribution of Dadabhai Naoroji. Dadabhai Naorojiയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. There was a drain of wealth from India to England during colonial rule. അതായത് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് സമ്പത്തിന്റെ ഒഴുക്ക് ഉണ്ടായിരുന്നു. It was mainly in the form of salary, taxes and gifts. ഇത് പ്രധാനമായി ശമ്പളം, നികുതികൾ, സമ്മാനങ്ങൾ എന്നിവയുടെ രൂപത്തിലായിരുന്നു. He proved that the economic drain under British rule is the root cause of poverty in India. ദാദാഭായ് നവറോജി എന്ത് ചെയ്തു? പറയുകയായിരുന്നു, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള സാമ്പത്തിക ചോർച്ചയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ മൂല കാരണം എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. What were the factors that led the British to divide Bengal? അതായത് ബംഗാൾ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത് നമുക്ക് വിക്ടേഴ്സ് എന്ന വർക്ക്ഷീറ്റിലുള്ള ചോദ്യമാണ് അല്ലേ. എന്തൊക്കെ ഘടകങ്ങളാണ് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്? The seat of the British government in India was Bengal. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ആസ്ഥാനം ബംഗാളായിരുന്നു. പിന്നെയോ, people of Bengal had been living like brothers. ബംഗാളിലെ ജനങ്ങൾ സഹോദരങ്ങളെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. They had been carrying out various activities against the policies of the British government. ബ്രിട്ടീഷ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അവർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അവര്. The British officials treated Bengal as a growing power against British rule. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വളർന്നു വരുന്ന ശക്തിയായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ബംഗാളിനെ കണ്ടു. How did the people of Bengal protest against the partition? വിഭജനത്തിനെതിരെ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെയൊക്കെയാ പ്രതിഷേധിച്ചത്? അവരെന്ത് ചെയ്തു? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു അല്ലെ, ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്. പിന്നെയോ, വിദേശ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ അവര് ഉപരോധിച്ചു. Picketed shops that sold foreign goods. പിന്നെ അവരെന്ത് ചെയ്തു? വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു. Burned foreign clothes. Promoted the use of Indian products. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ organized marches and public meetings against the British. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. What was the result of the Surat split? സൂറത്ത് വിഭജനത്തിന്റെ ഫലം എന്തായിരുന്നു? As a result of the Surat split, the activities of the national movement became temporarily weakened. സൂറത്ത് വിഭജനത്തിന്റെ ഫലമായി ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലമായി. Who is Annie Besant? ആരായിരുന്നു ആനി ബെസന്റ്?
Annie Besant is an Irish lady who was attracted to the Indian culture and looks Indian and took Indian citizenship in 1893. ഇവിടെ took ആണ് കേട്ടോ വരേണ്ടത്. She started the Home Rule movement in 1916. ആനി ബെസന്റ് ഒരു ഐറിഷ് വനിതയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷിക്കപ്പെടുകയും 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. What is the importance of the Lucknow Pact? ലക്നൗ ഉടമ്പടിയുടെ പ്രാധാന്യം എന്തായിരുന്നു? In the Lucknow session of the Indian National Congress in 1916, the moderates and extremists decided to work together. അതായത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. They also decided to cooperate with the All India Muslim League in the anti-British agitations. അതുപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിക്കാനും അവര് തീരുമാനിച്ചു. കംപ്ലീറ്റ് ദ ടേബിൾ given below. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഗോപാൽ കൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തൈബാജി, ഫിറോസ് ഷാ മെഹ്തയാണ് മോഡറേറ്റ് ലീഡേഴ്സ് അല്ലെ. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? ബാൽ ഗംഗാധർ തിലകും, ബിപിൻ ചന്ദ്രപാലും, ലാലാ ലജ്പത് റായുമാണ് തീവ്രദേശീയ നേതാക്കൾ. ഓക്കെ, സോ രണ്ട് ടൈപ്പ് നേതാക്കളുണ്ടല്ലോ, ഒന്ന് മിതവാദ നേതാക്കന്മാരും തീവ്രദേശീയ നേതാക്കന്മാരും. സോ അവരുടെ പേര് നെയിംസ് ആണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായി നമുക്ക് മാച്ച് ചെയ്യാനുള്ളതാണ് എയും ബിയുമായിട്ട് മാച്ച് ചെയ്യണം. ബ്രഹ്മസമാജ് ആരുടെ ആയിരുന്നു? രാജാറാം മോഹൻ റോയുടെ. ആര്യ സമാജമോ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ. ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായിയുടെ ആയിരുന്നു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചില കോളം നമുക്ക് തരും, ചിലത് നമുക്ക് ഡാഷ് ഫില്ല് ചെയ്യാൻ പറയും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഗോപാൽ കൃഷ്ണ ഗോഖലെ മോഡറേറ്റ് നാഷണലിസം ആയിരുന്നു, മിതവാദ ദേശീയതയായിരുന്നു. ബാൽ ഗംഗാധർ തിലകോ, അദ്ദേഹം എന്തായിരുന്നു? തീവ്ര ദേശീയതയായിരുന്നു അല്ലെ. ഹോം റൂൾ മൂവ്മെന്റ് ആരുടെ ആയിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു. അഗാഖാന്റെ എന്തായിരുന്നു? സർവേന്ത്യ മുസ്ലിം ലീഗ് ആയിരുന്നു അല്ലെ, സർവേന്ത്യ മുസ്ലിം ലീഗ്. അടുത്ത നമ്മളോട് പറയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കുറിപ്പുകൾ തയ്യാറാക്കുക. താഴെ പറയുന്നവയെ കുറിച്ചുള്ള കുറിപ്പുകൾ. സ്വദേശി മൂവ്മെന്റ്, സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ പറയുന്നത്. നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ദാറ്റ് sought to persuade the people to give up foreign goods and instead to use locally made goods. അതായത് ബംഗാൾ വിഭജനത്തോടെ വിദേശ സാധനങ്ങൾ ഉപേക്ഷിക്കാനും പകരം തദ്ദേശീയമായി നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും ആളുകളെ പ്രേരിപ്പിച്ചു. This movement became popular with the partition of Bengal. Leaders like Dayananda Saraswati, Rabindranath Tagore, Lokmanya Tilak and so on work and activities for this purpose. അതായത് ഈ പറഞ്ഞ നേതാക്കളൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ അധികമായിരുന്നു. Boycott of foreign clothes and the popularization of handloom textiles were a part of this movement. അതായത് വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണവും കൈത്തറി തുണിത്തരങ്ങളുടെ പ്രചാരവും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അടുത്ത ഹോം റൂൾ പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞ എന്തെഴുതാം? The Congress supported Britain in the first war with the hope that India would be granted autonomy after the war. അതായത് യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയം ഭരണാവകാശം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ഒന്നാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടനെ പിന്തുണച്ചത്. Thousands of Indian soldiers died in that war. ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ മരിച്ചു. But after the war, the demand of the Indians was neglected. പക്ഷെ നോക്കിയേ, എന്നാലോ യുദ്ധാനന്തരം ഇന്ത്യക്കാരുടെ ആവശ്യം അവര് അവഗണിച്ചു. ഓക്കെ, ഇന്ത്യക്കാരുടെ ആവശ്യം അവഗണിക്കപ്പെട്ടു. Following this, the Home Rule movement led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. അതായത് ഈ അവസരത്തിൽ ആനി ബെസന്റും ബാൽ ഗംഗാധർ തിലകും നയിച്ച ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി. Prepare a note on the role of the leaders of the Indian Renaissance eliminating the social evils in India. ഇന്ത്യയിലെ സാമൂഹിക തിന്മകളെ ഇല്ലാതാക്കുന്നതിൽ ഇന്ത്യൻ നവോത്ഥാന നേതാക്കളുടെ പങ്കിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക. എന്തൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട്, several people came forward to protest against the superstitions that prevailed in our country. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ നിരവധി പേര് മുന്നോട്ട് വന്നു. The ability to think logically, English education and the mentality to work against the social evils encouraged them to bring about the social reforms. അതായത് വിദ്യാഭ്യാസം, യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉളവാക്കിയ സാമൂഹിക ബോധവും
സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനും സാമൂഹിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിച്ചു. They worked hard for the liberation of women and their education. പിന്നെന്ത് ചെയ്തു? സ്ത്രീകളുടെ വിമോചനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനുമായി അവർ കഠിനാധ്വാനം ചെയ്തു. Several struggles took place for getting rid of such social evils. Finally, India became free from most of the social evils. അതായത് ഇവര് ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. അത്തരം സാമൂഹിക തിന്മകളിൽ നിന്ന് മുക്തി നേടുന്നതിന് നിരവധി പോരാട്ടങ്ങൾ നടന്നു. ഒടുവിൽ ഈ സാമൂഹിക തിന്മകളിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായി. അടുത്ത നമ്മളോട് ഒരു ടൈം ലൈൻ തയ്യാറാക്കാൻ പറയുവാണെങ്കിൽ നമുക്ക് ടൈം ലൈൻ ഒന്ന് നോക്കിയാലോ. ആദ്യം എന്തായിരുന്നു നടന്നത്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു 1857. അതിനുശേഷമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണമായിരുന്നു. മൂന്നാമതായിട്ട് ബംഗാൾ വിഭജനമായിരുന്നു 1905. അതിനുശേഷം സർവേന്ത്യ മുസ്ലിം ലീഗ് 1906. പിന്നെ സൂറത്ത് വിഭജനം 1907. 1916 ഹോം റൂൾ പ്രസ്ഥാനം അല്ലെങ്കിൽ ലക്നൗ ഉടമ്പടി. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ആൽബം അങ്ങനെ നിങ്ങളോട് തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊന്ന് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒരു ചെറിയ നോട്ടുകളാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഇടയ്ക്കൊക്കെയുള്ള ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഓൾറെഡി ആൻസേഴ്സ് കൊടുത്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലും കുറേ ചോദ്യോത്തരങ്ങൾ ഉണ്ട്. ലെറ്റസ് ആൻസേഴ്സ് ഒക്കെ ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സോ മറക്കാതെ വിക്ടേഴ്സിലെ വർക്ക്ഷീറ്റുകൾ നിങ്ങൾ കാണാൻ വേണ്ടി കേരള സിലബസ് ടോക്സ് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ചാനലിൽ മലയാളം ഒഴിച്ച് എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം. അതിനോടൊപ്പം ലൈക്കും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. So see you next time. Till then, bye. Thank you. God bless you. Tata.